നമ്മുടെ ചാനലിൽ മിനിയേച്ചർ ബാൽസത്തിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ മിനിയേച്ചർ ബാൽസത്തിനെ ഹാങ്ങിങ് ബാൽസമായിട്ട് സെറ്റ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഇത് ഞാനൊരു 6 പ്ലാന്റ്സിനെ നമ്മുടെ ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിലൊരു 2 ഫ്ലവർ മാത്രമേ വിരിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ബാക്കി ഒന്നിലും മൊട്ടും ബാക്കിയൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണ്. നല്ല ഡാർക്ക് ഓറഞ്ച് ആണ് കേട്ടോ. ഫോണിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഓറഞ്ചാണ് മിനിയേച്ചറിൽ വരുന്നത്. പിന്നെ അടുത്ത് നമ്മുടെ ഡാർക്ക് റോസ് കളറിൽ വരുന്നുണ്ട്. പിന്നെ റെഡ് കളറുണ്ട്. അങ്ങനെ ഒത്തിരി ഒരു 15 ഷെയ്ഡോളം നമ്മുടെ കയ്യിൽ മിനിയേച്ചറിൻ്റെ കട്ടിങ്സ് ഉണ്ട് കേട്ടോ. സ്റ്റാറും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് 15 കട്ടിങ്സോളം ഉണ്ട്. പക്ഷേ ആരും കളർ സെലക്ഷൻ ചോദിക്കരുത് കേട്ടോ. മിനിയേച്ചറിൽ നമുക്ക് യാതൊരുവിധ കളർ സെലക്ഷനും ഇല്ല. അത് പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ നമുക്ക് ചോദിക്കുന്ന എല്ലാവരും കളർ സെലക്ട് ചെയ്യാനാണ് കേട്ടോ ചോദിക്കുന്നത്. പിന്നെ ഇതൊക്കെ നമ്മുടെ പെറ്റൂണിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. നമ്മൾ കട്ടിങ്സ് വെച്ചിട്ട് അതൊക്കെ ഇതുപോലെയൊക്കെ നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ പൂക്കുന്ന കട്ടിങ്സിനെ മാറ്റിയിട്ടാണ് നമ്മൾ കട്ടിങ്സിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ ഇങ്ങനെ വർണ്ണാഭമായി പൂവിട്ട് പെറ്റൂണിയ നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ ചട്ടിയിൽ വെച്ചിട്ട് നമ്മൾ എത്ര കെയർ കൊടുത്താലും പൂക്കൾ വരാൻ പാടായിരിക്കും. യാതൊരുവിധ കെയറിങ്ങും ഇല്ലാതെ പൂക്കൾ ഇഷ്ടം പോലെ ഇതുപോലെ ഇങ്ങനെ കപ്പിനകത്ത് തിങ്ങി നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ ബ്ലാക്ക് ഐവറിയുടെ പെറ്റൂണിയാണ് കേട്ടോ. റെഡ് ഐവറി എന്നും പറയുന്നുണ്ട്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല സൂപ്പർ കളർ പെറ്റൂണിയാണ് കേട്ടോ. നമ്മൾ ആര് കണ്ടാലും മോഹിച്ച് പോകുന്ന ടൈപ്പിലുള്ള പെറ്റൂണിയാണത്. പിന്നെ ഇതൊക്കെ നമ്മുടെ മിനിയേച്ചറാണ് കേട്ടോ. കുറച്ച് വെയിൽ തട്ടി ഒന്ന് വാടി നിൽക്കുകയാണ്. അപ്പം ഞാനിതൊരു ടെസ്റ്റിന് വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ മിനിയേച്ചറിനെ ഇങ്ങനെ ഒന്ന് വെയിലത്ത് വെച്ചത്. നമ്മുടെ വെയിലത്തേക്ക് ഇരുന്നാലും പ്ലാന്റ്സിന് എന്തെങ്കിലും കേട് വരുമോ എന്ന് അറിയാനായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയത്. കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം വെയിലൊക്കെ നമ്മുടെ പ്ലാന്റ്സ് സഫർ ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. നല്ല പൂക്കളുണ്ടാവും. അതാണ് ഈ മിനിയേച്ചറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹാങ്ങിങ് ആയിട്ട് ഇടുമ്പോഴത്തേക്കും ഹാങ്ങിങ് ടൈപ്പിൽ തന്നെ കിടക്കുന്നത്. ഇതുപോലെ ചട്ടിയിൽ വയ്ക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കോല് കണക്ക് നീണ്ടു പോകാനുള്ള സാധ്യതയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും ചെറിയ പോട്ടിൽ വേണം മിനിയേച്ചർ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. വലിയ പോട്ടുകൾ വെച്ചാൽ ഇങ്ങനെ ഇതുപോലെ കോല് കണക്ക് പോകും കേട്ടോ. നമ്മുടെ നഴ്സറിയിൽ നിന്നൊക്കെ കിട്ടുന്ന പ്ലാന്റ് പോട്ടുണ്ടല്ലോ, കുഞ്ഞു പ്ലാന്റ് പോട്ട്, നമ്മളെ റൂട്ട് അതിനകത്ത് ഇറങ്ങിയിരിക്കുന്ന ടൈപ്പ് പോട്ടിൽ വേണം നമ്മുടെ മിനിയേച്ചർ സെറ്റ് ചെയ്യാനായിട്ട്. ഒത്തിരിയും പേര് സ്റ്റാർ ബാൽസം ചോദിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പ്ലാന്റ്സ് കിട്ടുമ്പോൾ കുറച്ച് സ്റ്റാർ ബാൽസം ഇൻക്ലൂഡ് ആയിട്ടായിരിക്കും പ്ലാന്റ്സ് വരുന്നത്. അന്നേരം നമുക്ക് 10 കോംബോയൊക്കെ കൊടുക്കുമ്പോൾ അതിനകത്ത് 2 സ്റ്റാർ ബാൽസമെങ്കിലും ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കണമല്ലോ. അതുകൊണ്ട് സ്റ്റാർ ബാൽസത്തിൻ്റെ സിംഗിൾ കട്ടിങ്സ് നമ്മൾ ആർക്കും ഇപ്പോൾ കൊടുക്കുന്നില്ല. പിന്നെ നമ്മുടെ കയ്യിലുള്ള കട്ടിങ്സ് വെച്ചിട്ടായിരിക്കും 5ഉം 10ഉം കോംബോ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ മില്യൺ ബെൽസ് ആണ് കേട്ടോ. മില്യൺ ബെൽസ് ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്, പൂവൊക്കെ ഇടുന്നുണ്ട്. ഇപ്പോൾ ഈ മഴയും വെയിലും ഒക്കെ മാറിയും തിരിഞ്ഞും ഒക്കെ നിൽക്കുന്നുണ്ട്. ചെറിയൊരു വാട്ടമൊക്കെ ഉണ്ടെങ്കിലും മില്യൺ ബെൽസും ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ യെല്ലോ കാലിബ്രസ്റ്റ് യെല്ലോ പെറ്റൂണിയ ഉണ്ടല്ലോ, അത് ചീത്തയായിപ്പോയി കേട്ടോ. ഈ ഒരു മഴയും വെയിലും ഒക്കെ മാറി വന്ന് നമ്മുടെ വലിയ പ്ലാന്റ് കാലിബ്രസ്റ്റ് യെല്ലോയുടെ വലിയ പ്ലാന്റ് ചീത്തയായിപ്പോയി. പിന്നെ നമ്മുടെ സിൽവർ പെറ്റൂണിയ അതും പോയി കേട്ടോ. അതെന്താ റൂട്ടിന് ഇൻഫെക്ഷൻ വന്നതാണെന്ന് തോന്നുന്നു. ആ ഒരു പെറ്റൂണിയും അങ്ങനെ പോയി കിട്ടി. അപ്പോൾ ആ സ്ഥാനത്തേക്ക് നമ്മുടെ മില്യൺ ബെൽസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്.